ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാടിന് പ്രകൃതി രമണീയമായ പുഴകൾ, നദികൾ, തോടുകൾ, നദികൾ എല്ലാം ഉണ്ട്. അതിനെ നമ്മൾ നശിപ്പിക്കരുത്. അതിനെ നമ്മൾ സ്നേഹത്തോടെ ആ പുഴകളെ നോക്കി നിൽക്കുക. എന്ത് രസമാണ്! നമ്മുടെ ശരീരത്തിൻ്റെ ഞരമ്പുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ രക്തം എത്തിപ്പിക്കുന്നു. ആ ഞരമ്പ് മുറിഞ്ഞു പോയാൽ നമുക്ക് ജീവഹാനി സംഭവിക്കുന്നു. അതുപോലെ പ്രകൃതിയിലുള്ള ഓരോ പുഴകളും നമ്മൾ സംരക്ഷിക്കണം. പുഴകൾ, നദികൾ, ചെറിയ തോടുകൾ, കൈത്തോടുകളെല്ലാം അവർ നമുക്ക് വേണ്ടിയാണ് ഒഴുകി പാട്ടും പാടി എഴുതുന്നത്. മനസ്സിലായോ? അവ നമുക്ക് വെള്ളം എത്തിക്കും. നമ്മുടെ പറമ്പുകളിൽ, പാടങ്ങളിലേക്കും വെള്ളം എത്തിക്കുകയാണ് അവൻ. കൃഷിസ്ഥലങ്ങളെ നനയ്ക്കാൻ ഉപയോഗിക്കും. ഈ പുഴകൾ ഒഴുകി എത്തി നമ്മുടെ കൃഷി ഭൂമികളെ നനയ്ക്കുന്നു. നമുക്ക് വേണ്ട വെള്ളം അവൻ ഭൂമികൾ ശേഖരിച്ച് വയ്ക്കുന്നു. വെള്ളം എത്താത്തോടത്തെല്ലാം അവൻ ഒഴുകി നമ്മുടെ കിണറുകളിൽ വെള്ളമായി എത്തുന്നു. നമ്മളതിനെ കോരി ഉപയോഗിക്കുന്നു. ചെടികൾക്ക് നനയ്ക്കാൻ ഉപയോഗിക്കുന്നു. കൃഷികൾ നടാൻ കൊടുത്തു. പക്ഷിമൃഗങ്ങളെ കുളിപ്പിക്കാനും ജീവജാലങ്ങൾക്ക് കുടിക്കാൻ വെള്ളമായി അവൻ എത്തുന്നു. നിറയെ മത്സ്യങ്ങളുള്ള നദികൾ, ആ നദികളെല്ലാം ഇപ്പോൾ ഒഴുങ്ങിപ്പോയി. അപ്പം നമുക്ക് മത്സ്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം പ്രയോജനമാണ് ഈ പുഴകൾ നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷേ ആ പുഴകളെ നമ്മൾ നശിപ്പിക്കുകയല്ലേ. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രകൃതിയിൽ ഓരോ പുഴകളെ നശിപ്പിക്കുന്നു. അവർ നമുക്ക് ചെയ്യുന്ന പുണ്യം എത്രയാണ്! പക്ഷേ അവനെ മൂടി ഇല്ലാതാക്കി നശിപ്പിച്ച് ആ തോടുകളും പുഴകളുമെല്ലാം ഉണങ്ങി വറ്റിക്കിടക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും പുഴകളും നദികളുമുണ്ട്. വെള്ളത്തിന് പഞ്ഞമില്ല. വെള്ളമില്ലാത്ത നാടുകൾ എത്രയോ ഉണ്ട്. നമ്മുടെ പുഴകളെ നമ്മൾ സംരക്ഷിക്കുക. നോക്കൂ, പുഴകൾ ഉണങ്ങിക്കിടക്കുന്നു. ഈ പുഴകളെ സംരക്ഷിച്ച് അവൻ വീണ്ടും പിന്നെയും ഒഴുകട്ടെ. ഈ പുഴ പിന്നെയും ഒഴുകുമാണ് എന്ന് പറയുക. നമ്മുടെ നാട്ടിലെ പുഴകൾ ഇങ്ങനെ ഉണങ്ങി വറ്റിപ്പോകുന്നു അവസ്ഥയാണ് ഈ കാണുന്നത്. പായൽ കയറി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക.